എല്ലാവർക്കും പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു ജാം റെസിപ്പിയാണ്. നമ്മുടെ കയ്യിൽ ഉള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിക്സഡ് ഫ്രൂട്ട് ജാം. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫ്രൂട്ട്സ് എല്ലാം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പൈനാപ്പിളാണ്. അതേ കളറൊന്നുമില്ല, കളറില്ലാത്തൊരു പൈനാപ്പിളാണ് ഇവിടുത്തെ പൈനാപ്പിൾ. പിന്നെ ഇത് മുന്തിരി, ഇത് ആപ്പിളാണ്. പിന്നെ ഇത് പപ്പായാണ്, പപ്പായ. ഇത് മാങ്ങ. അപ്പോൾ ഈ ഒരു മാങ്ങയും ഈ ഒരു പപ്പായയും ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. ഇത് ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ മാറ്റി വെച്ചിരുന്നായിരുന്നു. പിന്നെ ഓറഞ്ച് ഉണ്ട്. ഇത് പഴം അതുപോലെ കുറച്ച് കുറവാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ഒരു അരമുറി ചെറുനാരങ്ങ. പിന്നെ നമുക്ക് പഞ്ചസാര വേണം. ഇതേപോലെ പഞ്ചസാര എടുത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സ് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കും. മിക്സി ജാറിലേക്ക് ഞാൻ അതേ ഓറഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പഴം, കൂടെ തന്നെ ആപ്പിള്, ഇത്രയാണ് ഇട്ടിട്ട് അടിച്ചെടുക്കുന്നത്. നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്കത് അരിച്ചെടുക്കാനുള്ളതാണ്. പിന്നെ സെയിം ജാറിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ ഈ ജ്യൂസ് മാത്രം മതി. നന്നായിട്ട് അരിച്ചെടുക്കണം. ഞാനിത് അത്യാവശ്യം വലുപ്പമുള്ളൊരു അരിപ്പയാണ്. അതിൻ്റെ ഹോള് അത്ര ഫൈനായിട്ടല്ല ഇതിൻ്റെ ജ്യൂസ് വീഴുന്നത്. കുറച്ച് നാരുകളും ചേർത്തിട്ടാണ് ജാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അരിച്ചെടുത്തപ്പം ഇത്രയും വേസ്റ്റ് കിട്ടി. നമുക്കത് മാറ്റി വെക്കാം. ഇനി ആ ഒരു ജ്യൂസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ചൂടാക്കാൻ വെക്കാം. നല്ല ഒരു പാൻ എടുക്കണം. പാത്രമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒട്ടും എണ്ണമയം ഒന്നും പാടില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ജാമിലേക്ക് അതിൻ്റെയൊക്കെ ഒരു എണ്ണമയം വരും നമ്മൾ തയ്യാറാക്കി വരുമ്പോൾ. അപ്പം എടുക്കുന്ന പാത്രം എപ്പോഴും നല്ല വൃത്തിയുള്ളൊരു പാത്രമായിരിക്കണം. അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നല്ല ചുവടുകട്ടിയുള്ള പാത്രമായിരിക്കണം. നമുക്ക് നന്നായിട്ടൊന്നതിനെ കുറുക്കി എടുത്തുന്ന ആ ഒരു ജാം പരുവം എന്ന് പറയുമ്പം അത്യാവശ്യം നന്നായിട്ട് കുറച്ച് നേരം നമ്മൾ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് അനുസരിച്ചുള്ള പാത്രം എപ്പോഴും എടുക്കാൻ നോക്കണം. അപ്പോൾ അതിനി അളന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഞാനിവിടെ നമ്മുടെ സ്റ്റൗവിലേക്ക് വെക്കാൻ പാകത്തിനുള്ള നല്ലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഏത് ഗ്ലാസ് ആയാൽ മതി. ഇനി അതല്ല അളവിന് എന്തെങ്കിലും മെഷർമെൻറ്റ് കപ്സ് ഉണ്ടെങ്കിൽ അതിൽ അളന്നെടുക്കണം. കാരണം നമുക്കിതിൻ്റെ പഞ്ചസാരയുടെ അളവ് അറിയണമെങ്കിൽ ഈ ജ്യൂസ് എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയണം ആദ്യം തന്നെ. അപ്പോൾ ഞാനിവിടെ മെഷർമെൻറ്റ് കപ്സ് തന്നെ എടുക്കുന്നത് 1 കപ്പ്. അങ്ങനെ ആ 1 കപ്പിന് 5 കപ്പ് ജ്യൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ഈ ഒരു ജ്യൂസ് കിട്ടിയത്. നേരെ നമുക്കിത് ചൂടാക്കാൻ വെക്കാം. ഇനി ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇങ്ങനെ കുമ്പള പൊട്ടിക്കൊണ്ടിരിക്കും. ആ ഒരു സമയം മുതൽ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ മേലേക്കൊക്കെ തെറിക്കാൻ സാധ്യത ഉണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾ ഇളക്കുന്ന സ്പൂണ് കുറച്ച് നീളം കൂടിയതായിരിക്കണം. അതുപോലെ പാത്രത്തിന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കും കയ്യിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ജ്യൂസ് അളന്ന് അതേ ആ ഒരു മെഷർമെൻറ്റ് കപ്സ് എടുത്തിട്ടാണ്. അതിൽ ഞാനിത് 3 കപ്പ് എടുത്തിട്ടുണ്ട്. 3 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം പഞ്ചസാര ഇതിൽ അലിഞ്ഞതിന് ശേഷം നമ്മളതിനകത്തുള്ള മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സിന് അധികം പുളി ഇല്ലാത്തതാണ് കൂടുതലുള്ളത്. പുളി കൂടുതലുള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ നമ്മുടെ പഞ്ചസാരയുടെ അളവ് കൂട്ടേണ്ടി വരും. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കുറവാണ് എടുത്തത്. അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇനി പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം മധുരം നോക്കുക. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ജാമാണല്ലോ. അപ്പോൾ പിന്നെ അതനുസരിച്ച് ഒരുപാട് ഓവറായിട്ട് മധുരം ഇടണമെന്നില്ല. പാകത്തിന് ഇട്ട് കൊടുത്താലും മതി. എന്നാൽ പോലും തണുത്ത് കഴിയുമ്പോൾ ചിലപ്പം ജാമിന് മധുരം കുറഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ച് ഈ ഒരു ടൈമിൽ കുറച്ചൊന്ന് മുന്നിക്ക് നിൽക്കുന്ന രീതിയിൽ വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഫ്രൂട്ട്സ് നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അതനുസരിച്ച് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതിൻ്റെ അളവെന്ന് പറയുന്നത് 3 കപ്പാണ്. 5 കപ്പ് ജ്യൂസിന് 3 കപ്പ് പഞ്ചസാര. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇനി നന്നായി തിളച്ച് വരുമ്പോഴാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതേ നന്നായിട്ട് തിളച്ചു, പതൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തേക്ക് ചെറുനാരങ്ങ എടുത്ത് വെച്ചിരുന്നല്ലോ, ഒരു അരമുറി, അത് ഇതിനകത്തേക്ക് ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കണം. അപ്പോൾ ആ ഒരു ചെറുനാരങ്ങ നീര് ചേർക്കുമ്പം പഞ്ചസാര ക്രിസ്റ്റലായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ ജാമാണെങ്കിലും പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ ചേർക്കുന്നത്. അതെപ്പോൾ ജാം ഉണ്ടാക്കുമ്പോഴും ആ ഒരു സംഭവം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇതിന് കൂടെ തന്നെ അല്പം ഉപ്പ്, ഒരു 2 നുള്ള് ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് വറ്റുന്നത് വരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കാതെ നോക്കണം. കുറച്ച് നേരം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ഒരുപാട് ഹൈയിലൊന്നും എടുത്ത് വെക്കണ്ട. അപ്പോൾ അത്യാവശ്യം ദേ കുറുകി ഈ ഒരു ജാം പരുവായിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കളറ് മാറി തുടങ്ങിയതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിലാണ് നമ്മളിതിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അതിൻ്റെ പരുവ എന്താണെന്ന്. ഇനി ഈ ജാം ഒരു ഡ്രോപ്പ് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. അതിലേക്ക് എടുത്തതിന് ശേഷം ഒന്ന് ചെരിച്ച് പിടിച്ച് നോക്കുക. പെട്ടെന്ന് തന്നെ ഒഴുകി പോവുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടെ പാകമുണ്ട്. ഇത് ഒട്ടി പിടിച്ചിരിക്കുന്ന പാകമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് ഇങ്ങനെ കോരി എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ മുറിഞ്ഞ് വീഴുന്നുണ്ട്. ഈ ഒരു പാകത്തിന് അവിടെ നിർത്തിയാൽ മതി. ഇനി ഡൗട്ടുള്ളവർക്ക് മാത്രം അതേപോലെ പ്ലേറ്റിലൊക്കെ ഇട്ടിട്ടൊന്ന് ചെരിച്ച് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇത് തീ ഓഫ് ചെയ്യാണ്. നമുക്ക് സ്റ്റൗ ഒന്ന് പെട്ടെന്ന് തന്നെ മാറ്റി വെക്കണേ. ഇതിൻ്റെ മുകളിൽ തന്നെ വെക്കാൻ പാടില്ല. അപ്പോൾ അതേ നമ്മുടെ ജാം നന്നായിട്ട് തണുത്തു, അതിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്, ഒന്നും കൂടി ഒന്ന് ഡാർക്കായി. അപ്പോൾ നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ കുറച്ചൊരു പിങ്ക് കളറും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളറായിരിക്കും ഉണ്ടാവുക മിക്സഡ് ഫ്രൂട്ട് ജാമിന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ നാരൊക്കെ ചേർത്തിട്ടാണ് ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്ര ഒരു ട്രാൻസ്പെറൻ്റ് ആയിരിക്കില്ല ഈ ഒരു ജാം നമുക്ക് ആയിട്ട് വരുമ്പം കിട്ടുന്നത്. പക്ഷേ ടേസ്റ്റ് വളരെ ഡിഫറൻസ് ആണ്, നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. ഈ ഒരു ജാം ഒരു പീസ് ബ്രെഡിലേക്ക് തേച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കളറും എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് ജാമിൻ്റെ കളറ് കറക്റ്റായിട്ട് ഉള്ളത്. ഒരു ലൈറ്റ് ഷെയ്ഡാണ്, പക്ഷേ ടേസ്റ്റ് നല്ലതാട്ടോ, നല്ല സ്മെല്ലാണ്. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ച് സമയം എടുക്കുന്നുള്ളൂ, പക്ഷേ ഈസി റെസിപ്പിയാണ്. ഇപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചു. കുറച്ച് ചെറിയൊരു അളവിലേക്ക് പിങ്ക് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് കളറൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. തണുത്തതിന് ശേഷം കേട്ടോ നമ്മൾ കളർ ചേർത്ത് കൊടുക്കേണ്ടത്. വെറുതെ ഒരു വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്, കുറച്ചും കൂടെ ഒരു ഭംഗിയായിരിക്കും ഈ ഒരു കളർ കാണുമ്പം. അപ്പോൾ അതേ 2 ജാമുകളും ഇവിടെ റെഡിയായി. 2 ജാമല്ല, 2 കളറിലുള്ള ജാമുകൾ. ഒന്ന് നമ്മുടെ കളറൊന്നും ചേർക്കാത്ത പ്യുവർ മിക്സഡ് ഫ്രൂട്ട് ജാം, രണ്ടാമത്തത് കളർ ചേർത്ത മിക്സഡ് ജാമും. അപ്പോൾ രണ്ടും കാണാൻ തന്നെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റ് രണ്ടും ഒരേപോലെ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി.